ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം യുവാവ് മുങ്ങിയതായി പരാതി. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശികളായ വീട്ടമ്മമാരിൽ നിന്നും കൊല്ലം മൈലാപ്പൂരിലെ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സെന്ററിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. മഹിനെ പരിചയമെന്ന് വെച്ചാൽ എനിക്കൊരു ലോൺ വ്യവസ്ഥയിലാണ് പരിചയം. കാരണം എനിക്ക് വേറൊരാൾ നമ്പർ തന്ന് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ആ പരിചയപ്പെട്ട ഇടത്തിൽ ഞങ്ങൾ 7 പേരെ കൊണ്ടുപോയി CFCയുടെ ലോണിന് കൊണ്ടുപോയി അവിടെ ബാങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഒപ്പിടിച്ച് ഞങ്ങൾക്ക് 7 പേർക്കും പൈസ അക്കൗണ്ടിൽ വന്നു. അതിനകത്തുനിന്ന് 5 പേരുടെ പൈസ ഇവ റിട്ടേൺ മേടിച്ചു. അബദ്ധങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ 1 ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് 5 പേരുടെ പൈസ അവൻ തിരിച്ചു മേടിച്ചു. അപ്പം അതിന് ശേഷമാണ് എനിക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു ലോൺ എടുത്ത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉള്ളതാ, അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ ചേച്ചിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ അവർ 5-6 പേര് ഗ്രൂപ്പായിട്ട് കൊടുത്തു. അപ്പോഴൊന്നും പൈസയൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു ഇവന്. പൈസ മുന്നേറി കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊട്ടിയം, ഇരവിപുരം, അഞ്ചാലുമൂട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. ഓയൂർ സ്വദേശിയായ മാഹീനാണ് തട്ടിപ്പ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇവരുടെയൊക്കെ ഫോൺ നമ്പറും കാര്യങ്ങളും മേടിച്ചിട്ട് ഇവർ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഇത്ര പേരെ വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരോട് പറയുന്നു 3860 രൂപ വെച്ച് കൊടുത്താലേ 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവനിതാക്കിക്കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെന്നോട് വിളിച്ചു ചോദിച്ചു, ചേച്ചി അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു ഞങ്ങൾ 1 രൂപ പോലും കൊടുത്തിട്ടില്ല, ഇപ്പം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ വിളിച്ചു ചോദിച്ചു പറഞ്ഞു, ആൻറ്റി ഇവർക്കൊക്കെ അരിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ വലിയ ലോൺ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്ര എമൗണ്ട് അടയ്ക്കണമെന്നും പറഞ്ഞാണ് ഇവത്തുങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പൈസ മേടിച്ചത്. ഉമയനല്ലൂർ മൈലാപ്പൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതിനിടയിലാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയത്. കണ്ണനല്ലൂർ നടുവിലകര സ്വദേശി രജ്ഞിത്തിന്റെ ഉമയനല്ലൂർ മൈലാപ്പൂർ ജംഗ്ഷനിലുള്ള ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സെന്ററിൽ നിന്നും 60,000 രൂപ കബളിപ്പിച്ചു. എന്നിട്ട് ഇവർ പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇവരെ ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്ത്, പിന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ട് ആൾക്കാരെ ചേർപ്പിച്ച്. എന്നിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇത്ര രൂപ, പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നൊക്കെ 24,000 രൂപ വരെയൊക്കെ മേടിച്ച്. 24,000 രൂപ നിർദ്ധരായ ആൾക്കാർ, ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു കൊച്ചിൻ്റെ വരെ 50,000 രൂപ അവൻ വെട്ടിച്ചുകൊണ്ട് പോയത്. അതിലെയും റസനയും എന്നൊക്കെ പറയുന്ന രണ്ടുപേർക്കും ഭർത്താക്കന്മാരില്ല, അവരെയൊക്കെ പൈസ തട്ടിച്ചുകൊണ്ട്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 3,800, 24,000 രൂപ വരെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചവരുണ്ട്. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 24,000, 12,000, 25,000, 36,000 അങ്ങനെ പല രീതിയിലാണ് അവൻ മേടിച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ പോയിട്ടുള്ളതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ഒരാഴ്ചയോളം സ്ഥാപനത്തിലെത്തി 3,000 രൂപയും 4,000 രൂപയും ഒരു മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുമായിരുന്നു. അടുത്ത ദിവസം 60,000 രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ തുകയും ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. നമ്മളിതെല്ലാം എല്ലാ പോലീസ് സ്റ്റേഷനിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. ആ ഫൗസിയുടെ അക്കൗണ്ടിലും ഇവൻ്റെ അക്കൗണ്ടിലൂടെയാണ് ഈ പൈസ ഇത്രയും പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പ്രശ്നമായപ്പോഴത്തെ 2 മാസം കഴിഞ്ഞിട്ട് ഇവർക്കാർക്ക് ലോൺ കൊടുക്കുന്നില്ല. ഇവൻ എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നാളെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ബാങ്കിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചെക്ക് തന്നിട്ട് എനിക്ക് ആ മാസം ചെക്ക് തന്നു. 2 മാസമായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചെക്ക് കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാം, ഞാൻ SBI ബാങ്കിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ SBI ബാങ്കിൽ ഇരിക്കുന്ന പറയുമ്പോൾ ആൻറ്റി കൊടുക്കരുത്, ഇപ്പോൾ ആൻറ്റിയുടെ അക്കൗണ്ടിൽ ഒരു 60,000 രൂപ അത് തിരിച്ചിട്ട് കൊടുത്താലേ എനിക്ക് അവിടെ ബാങ്കിൽ കൊടുത്തിട്ട് നമുക്ക് ഇവരെ എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം വിളിച്ച് ചോദിച്ചാൽ ആൻറ്റി അക്കൗണ്ടിലോട്ട് പൈസ ഇടട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ ആരുടെ 1 രൂപ പോലും ഇനി ഇടരുത്, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോന്ന് പറഞ്ഞു. അല്ല ആൻറ്റി ഇതുകൂടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ചെയ്ത്. ഞാനവിടെ നമ്മൾ ആ ടൈമിൽ SBI റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മെയിൻ ബ്രാഞ്ചിൽ ഇരിപ്പുണ്ട്. മെയിൻ ബ്രാഞ്ചിൽ ഞങ്ങൾ കൊച്ചിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്. അവിടെ ഇരിക്കുമ്പോഴാണ് ഈ അക്കൗണ്ടിൽ 60,000 രൂപ വരുന്നത്. നിരന്തരമായ കോള് കാരണം സാറ് പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മോൾ പുറത്തെടുത്തുകൊണ്ട് അറ്റൻഡ് ചെയ്ത് പറഞ്ഞാൽ ആ പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നിമിഷങ്ങൾക്കാകും 12/8 എൻ്റെ അക്കൗണ്ടിൽ 60,000 രൂപ വന്ന് 12/9 ഞാൻ തിരിച്ച് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്ത്. പിന്നീട് ഒരു വിവരവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രശ്നമായെന്ന് കണ്ടപ്പോൾ അവൻ അന്ന് ഉച്ചയ്ക്ക് 1:41 ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. 1:41 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും തിങ്കളാഴ്ച 10 മണിക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞ്. ഭർത്താക്കന്മാരുമായിട്ടും ഒക്കെ സംസാരിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നീട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വണ്ടിയിലാണ് പണം ഇരിക്കുന്നതെന്നും എടുത്തു വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ബൈക്ക് എടുത്തു മുങ്ങുകയാണ് ഇയാൾ ചെയ്തത്. കൊല്ലം അഞ്ചാലുമൂട് കുരീപ്പുഴയിൽ വീട്ടമ്മമാർക്ക് 6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു 10, 20, 30 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകളുണ്ടാക്കി ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ലോൺ പ്രോസസ്സിംഗ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് 5,000 മുതൽ 25,000 രൂപ വരെ തട്ടിയെടുത്തു. ഞാൻ മൈലാപ്പൂർ പള്ളി ഓഡിറ്റോറിയത്തിന് എതിർവശത്ത് ഈ ബാങ്കിങ് എന്നുള്ള സ്ഥാപനം നടത്തുന്ന ആളാണ്. 2-3 മാസമായിട്ട് മാഹീൻ എന്ന പേരുള്ള ഒരു പയ്യൻ എൻ്റെ സ്ഥാപനത്തിൽ ക്യാഷ് ഇടപാട് നടത്താൻ വരികയും പണം അയച്ചതിന് ശേഷം ബൈക്കിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് തരികയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഈ മാസം 15-ാം തീയതി രാവിലെ പുള്ളി 60,000 രൂപ അയക്കാൻ വേണ്ടി എൻ്റെ സ്ഥാപനത്തിൽ വന്നു.
വലിയ എമൗണ്ട് ആയതുകൊണ്ട് ബാങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും പുള്ളിക്ക് ബാങ്കിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുകയായിരുന്നു. എന്നാൽ പുള്ളി ബൈക്കിൽ നിന്ന് ക്യാഷ് എടുക്കാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയെങ്കിലും തിരിച്ചു വന്നില്ല. ഞാൻ ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പം ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് പുള്ളി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഞാൻ തിരക്കിയപ്പം പുള്ളി പണം ഒരുപാട് ആളുകൾക്ക് കാശ് കൊടുക്കാനുണ്ടെന്നറിഞ്ഞു. ലോൺ തുകയ്ക്ക് അനുസരിച്ചാണ് ഓരോരുത്തരിൽ നിന്നും പൈസ ഈടാക്കിയിരുന്നത്. പല ഗ്രൂപ്പുകൾക്കും ആദ്യഘട്ടത്തിൽ 50,000 രൂപ വരെ ലോൺ തരപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നാൽ വലിയ തുക ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിന്റെ ആവശ്യത്തിനായി കുറെ പൈസ ആദ്യം അടക്കണമെന്ന് പറഞ്ഞ് ആദ്യം ലോണെടുത്ത പണം മുഴുവൻ വാങ്ങി മുങ്ങുകയും ചെയ്തു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച് തട്ടിപ്പ് നടത്തിവരികയാണ് ഇയാൾ. പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 28 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. Contact 94472 44659 89218 37847.